പാകിസ്ഥാൻ്റെ കയ്യിൽ മാത്രമല്ല ന്യൂക്ലിയർ ബോംബ്സ് ഉള്ളത്, നമ്മളെ കയ്യിലുമുണ്ട്. അതും പാകിസ്ഥാൻ നന്നായിട്ട് അറിയാം. അവരെന്തെങ്കിലും ഇങ്ങനത്തെ വിഡ്ഢിത്തരം കാണിക്കുകയാണെങ്കിൽ പിന്നീട് പാകിസ്ഥാൻ എന്നുള്ള രാജ്യം ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്നും അവർക്ക് നന്നായിട്ട് അറിയാം. ഒരു നീതിയുണ്ട്, ആ നീതി നടപ്പാക്കി എന്നുള്ളൊരു ഫീലുണ്ട്. അതുപോലെ രാജ്യം ഒറ്റക്കെട്ടായിട്ടാണ് നിന്നത്. ചില സ്വരങ്ങൾ അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പൊതുവെ എല്ലാ ആളുകളും, ഏത് മതമായാലും ഏത് രാഷ്ട്രീയമായാലും ശരി, ഏത് പ്രാന്തത്തിലായാലും ശരി, അവരെല്ലാം ഒരുമിച്ച് നിന്നിട്ടാണ് ഇങ്ങനെ ഈ ഓപ്പറേഷന് മുമ്പ് സപ്പോർട്ട് ചെയ്തത്. ജനങ്ങൾക്കും മേലെ അവർ ഭീഷണിയായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ അവർ പറയുന്നത് ഞങ്ങളുടെ കൈവശം അണുവായുധമുണ്ട്, അത് ഉപയോഗിക്കും, മടിയില്ല എന്നുള്ളതാണ്. അതിനകത്ത് ആ പറച്ചിലിന്, ആ ഭീഷണിക്ക് നമ്മൾ എന്തെങ്കിലും വിലയിരുത്തൽ നടത്തണം. തീർച്ചയായിട്ടും അത് ഒരു ഭീഷണിയായിട്ട് മാത്രമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ അങ്ങനത്തെ ഭീഷണിയിൽ കൊടുക്കുന്നില്ല എന്നുണ്ട് ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ. അതുപോലെ തന്നെ മുൻപ് ഓപ്പറേഷൻ ഈ പുൽവാമ അറ്റാക്ക് കഴിഞ്ഞിട്ട് ബാലക്കോട്ട് സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഇത് കുറേ വർഷങ്ങളായിട്ട് പാകിസ്ഥാൻ്റെ ഒരു സ്ഥിരം തന്ത്രമാണ്. അതായത് അവരിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട്, അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബുണ്ട്. അതുകൊണ്ട് ആരും ഒന്നും അവരെ ചെയ്യാൻ പാടില്ല. പക്ഷേ അവർ നമ്മളെ ഭാരതത്തിനുള്ളിൽ ഭീകരവാദം നടത്തിക്കൊണ്ടിരിക്കും, നമ്മളൊന്നും ചെയ്യാൻ പാടില്ല കാരണം അവരിൽ ന്യൂക്ലിയർ ബോംബുണ്ട് എന്ന് വർഷങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സ്ഥിതി മാറി. ഇപ്പോൾ നമ്മൾ ആ ഭീഷണിയെ വകവയ്ക്കാതെ നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തിരിക്കും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്രാവശ്യം പാകിസ്ഥാൻ്റെ ഉള്ളിൽ 100 കിലോമീറ്റർ വരെ അകത്ത് ചെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന അർത്ഥം പാകിസ്ഥാൻ്റെ ഈ ന്യൂക്ലിയർ ഭീഷണിക്ക് നമ്മൾ ഒരു വിലയും നൽകുന്നില്ല, നമ്മൾ അതിൽ നിന്നൊക്കെ മുകളിലേക്ക് പോയിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി വരും ദിവസങ്ങളിൽ പോലും എത്ര ഭീഷണി മുഴക്കിയാലും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, പാകിസ്ഥാൻ്റെ കയ്യിൽ മാത്രമല്ല ന്യൂക്ലിയർ ബോംബ്സ് ഉള്ളത്, നമ്മളെ കയ്യിലുമുണ്ട്. അതും പാകിസ്ഥാൻ നന്നായിട്ട് അറിയാം. അവരെന്തെങ്കിലും ഇങ്ങനത്തെ വിഡ്ഢിത്തരം കാണിക്കുകയാണെങ്കിൽ പിന്നീട് പാകിസ്ഥാൻ എന്നുള്ള രാജ്യം ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്നും അവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഈ ഒരു അറ്റാക്ക് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഭാരതീയ സംബന്ധിച്ചോളം വലിയൊരു ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം മതം ചോദിച്ചിട്ടാണല്ലോ അവർ നമ്മുടെ ഭാരതീയരെ വധിച്ചത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ അവരുടെ ടെറർ ക്യാമ്പിന് സ്ട്രൈക്ക് ചെയ്തപ്പം അതിന് ഒരു നീതിയുണ്ട്, ആ നീതി നടപ്പാക്കി എന്നുള്ളൊരു ഫീലുണ്ട്. അതുപോലെ രാജ്യം ഒറ്റക്കെട്ടായിട്ടാണ് നിന്നത്. ചില സ്വരങ്ങൾ അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പൊതുവെ എല്ലാ ആളുകളും, ഏത് മതമായാലും ഏത് രാഷ്ട്രീയമായാലും ശരി, ഏത് പ്രാന്തത്തിലായാലും ശരി, അവരെല്ലാം ഒരുമിച്ച് നിന്നിട്ടാണ് ഇങ്ങനെ ഈ ഓപ്പറേഷന് മുമ്പ് സപ്പോർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ടും ഇപ്പം നമ്മൾ കേൾക്കുന്ന എല്ലാ വോയിസും ഒരേ ഒരു ഇതാണ്, അതായത് വളരെ കറക്റ്റായിട്ടുള്ളൊരു ഓപ്പറേഷൻ ആയിരുന്നു എന്നും, അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ തെളിവ് എവിടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊന്നും ആരും ചോദിക്കാത്ത രീതിയിലാണ് ഓപ്പറേഷൻ ചെയ്തതും. അതിൻ്റെ ഒരു കാരണം പാകിസ്ഥാൻ സൈന്യം തന്നെ സമ്മതിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് വേറെ രീതിയിലുള്ള ഒരു ചോദ്യമോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു രാജ്യത്തിന് ഒറ്റക്കെട്ടായി കൊണ്ടുവന്ന ഒരു സംഭവം കൂടിയാണ് പെഹൽഗാം. അതിന് ഒരിക്കൽ കൂടി ബലം കൊടുക്കുന്നതാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ. അത് തീർച്ചയായിട്ടും നമ്മളെ ഭാരതത്തിൻ്റെ ഒരു ശക്തി കൂടിയാണ് കാണിക്കുന്നത്. അതായത് പ്രതിസന്ധി വരുമ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കും. എത്രയൊക്കെ നമുക്ക് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പം ഭാരതത്തിൻ്റെ ഓരോ പൗരന്മാർക്കും ഒരുമിച്ച് നിൽക്കാൻ അറിയാം എന്നുകൂടി എനിക്ക് തോന്നുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കാണുകയാണ്.